പോകുന്നു പ്രാഥമിക വർണ്ണങ്ങളെക്കുറിച്ച്. പ്രാഥമിക വർണ്ണം അല്ലെങ്കിൽ പ്രൈമറി കളറിനെ കുറിച്ച് പറഞ്ഞു. എന്താ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി കളർ അല്ലെങ്കിൽ ദ്വിതീയ വർണ്ണങ്ങളിലേക്ക് പോകുന്നു. എന്താണ് ദ്വിതീയ വർണ്ണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കീ ലേണിംഗിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സിബിൻ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഫിസിക്സിലെ കളർ കോമ്പിനേഷൻസിനെ കുറിച്ചാണ്. പ്രാഥമിക വർണ്ണം, ദ്വിതീയ വർണ്ണം, ആ ദ്വിതീയ വർണ്ണങ്ങളുടെ കളർ കോമ്പിനേഷൻ. പോകുന്നത് കളർ കോമ്പിനേഷനിലേക്കാണെങ്കിൽ ആദ്യമേ നമ്മൾ പറയാൻ പോകുന്നു പ്രാഥമിക വർണ്ണങ്ങളെക്കുറിച്ച്. പ്രാഥമിക വർണ്ണം അല്ലെങ്കിൽ പ്രൈമറി കളറിനെ കുറിച്ച് പറഞ്ഞു. എന്താ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു വർണ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് നിർമ്മിക്കാൻ സാധിക്കാത്ത വർണ്ണങ്ങളെ വിളിക്കുന്ന പേരാണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. മറ്റു വർണ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് നിർമ്മിക്കാൻ സാധിക്കാത്ത വർണ്ണങ്ങൾ വിളിക്കുന്ന പേര് പ്രാഥമിക വർണ്ണങ്ങൾ. കുറെ അധികം വർണ്ണങ്ങൾ ഉണ്ടെങ്കിൽ ഓരോ വർണ്ണം പല വർണ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് നിർമ്മിക്കാൻ സാധിക്കും. എന്നാൽ പറയുന്ന പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ മറ്റു വർണ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് നിർമ്മിക്കാൻ സാധിക്കില്ല. എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 പ്രാഥമിക വർണ്ണങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ച പറയണം, ചുവപ്പ് പറയണം, നീല പറയണം. GRB എന്ന സിംപിളി ഒരൊറ്റ കോഡിൽ നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ഗ്രീൻ, റെഡ്, ബ്ലൂ. ഇതാണ് 3 പ്രാഥമിക വർണ്ണങ്ങൾ. ഇത് ആദ്യം പറയണം, ഇത് അവസാനം പറയണം, ഓർഡറിൽ പറയണമെന്ന് നിർബന്ധമില്ല എങ്കിലും പറയുന്നു. നിർബന്ധമായിട്ടും നമ്മുടെ കയ്യിലൊരു ഓർഡർ വേണം. ഏതാണത്? അത് ഗ്രീന്, റെഡ്, ബ്ലൂ എന്നാണ്. നിർബന്ധം പറഞ്ഞു ഓർഡർ വേണം. എന്ത് തന്നെ ആയിരിക്കണം? ഗ്രീന്, റെഡ്, ബ്ലൂ. എന്തുകൊണ്ട് നിർബന്ധം പറയുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓർഡർ വെച്ചാണ് ഏതൊക്കെ പ്രൈമറി കളറുകൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ് കറസ്പോണ്ടിങ് സെക്കൻഡറി കളറുകൾ കിട്ടുന്നത് എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഏതൊക്കെ പ്രൈമറികൾ കൂട്ടുമ്പോഴാണ് കറസ്പോണ്ടിങ് സെക്കൻഡറി കളർ കിട്ടുന്നത് ഈ ഒരു ഓർഡർ വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ പ്രാഥമിക വർണ്ണങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി പറയേണ്ടത് സെക്കൻഡറി കളർ അല്ലെങ്കിൽ ദ്വിതീയ വർണ്ണങ്ങളിലേക്ക് പോകുന്നു. എന്താണ് ദ്വിതീയ വർണ്ണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 പ്രാഥമിക വർണ്ണങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ, ഏതെങ്കിലും വർണ്ണമായ പോരാ, 2 പ്രാഥമിക വർണ്ണങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വർണ്ണങ്ങളെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ദ്വിതീയ വർണ്ണം. 2 പ്രാഥമിക വർണ്ണം എടുക്കുക, കൂട്ടിച്ചേർക്കുക, അപ്പോൾ കിട്ടുന്ന വർണ്ണങ്ങൾ വിളിക്കുന്ന പേര് ദ്വിതീയ വർണ്ണങ്ങൾ എന്നാണെങ്കിൽ അത് എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഈ ഗ്രീനും റെഡും കൂട്ടിച്ചേർത്ത് എനിക്കൊരു ദ്വിതീയ വർണ്ണം രൂപപ്പെടുത്താം. അല്ല എങ്കിൽ തീർന്നില്ല, റെഡും ബ്ലൂവും കൂട്ടിച്ചേർത്ത് എനിക്ക് എന്തുണ്ടാക്കാം? ദ്വിതീയ വർണ്ണം ഉണ്ടാക്കാം. കോമ്പിനേഷൻ തീർന്നോ? ഇല്ല, ഒരെണ്ണം കൂടി പറയാൻ ബാക്കിയുണ്ട്. ഒന്നുകിൽ ഗ്രീനും ബ്ലൂവും കൂട്ടിച്ചേർത്ത് എനിക്ക് എന്തുണ്ടാക്കാം? ദ്വിതീയ വർണ്ണം ഉണ്ടാക്കാം. 3 ദ്വിതീയ വർണ്ണം ഉണ്ടെങ്കിൽ 3 കോമ്പിനേഷൻ ഓഫ് പ്രാഥമിക വർണ്ണം വെച്ച് നമുക്ക് 3 ദ്വിതീയ വർണ്ണം രൂപപ്പെടുത്താം. ഏതൊക്കെയാണ് ദ്വിതീയ വർണ്ണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെല്ലോ, മജന്ത, സയൻ. CYAN. സയനോ സിയാനോ വിളിച്ചാൽ പ്രശ്നമൊന്നുമില്ല. യെല്ലോ, മജന്ത, സിയാൻ. ഇതാണ് 3 ദ്വിതീയ വർണ്ണങ്ങൾ. പ്രാഥമിക വർണ്ണം ഓർഡർ വന്നു GRB. സെക്കൻഡറി കളർ ഓർഡർ വന്നു YMC. ഇനി പണ്ട് തൊട്ടേ ഈ ഒരു ഓർഡർ പഠിക്കാണ്ട് ഒരു കോഡ് ഫോളോ ചെയ്ത് വരാറുണ്ട്. എന്താ കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോപാലന്റെ 2ാം ഭാര്യ യമുനയിൽ മുങ്ങി ചത്തു. കഥ ഏതാണ്? ഗോപാലന്റെ 2ാം ഭാര്യ യമുനയിൽ മുങ്ങി ചത്തു. കോഡ് പഠിക്കുക പഠിക്കാതിരിക്കുക ഒക്കെ നമ്മുടെ ഇഷ്ടം. പക്ഷേ ഓർഡർ വേണ്ടുന്ന കാര്യം നിർബന്ധം. ഏതാണ്? GRB YMC. GRB YMC ഓർഡർ കിട്ടിയെങ്കിൽ ഈ ഒരു ഓർഡർ വെച്ച് നമ്മൾ എന്തുണ്ടാക്കുന്ന അറിയാമോ? ഏതൊക്കെ പ്രൈമറികൾ കൂടുമ്പോൾ കറസ്പോണ്ടിങ് സെക്കൻഡറി കിട്ടുന്ന ഒരു കളർ ട്രയാങ്കിൾ ഉണ്ടാക്കും. പോകുന്നത് കളർ ട്രയാങ്കിളിലേക്കാണ്. എന്തിനാ കളർ ട്രയാങ്കിൾ ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ പ്രൈമറികൾ കൂടുമ്പോഴാണ് കറസ്പോണ്ടിങ് സെക്കൻഡറി കളർ കിട്ടുന്നത് പറയാനായിട്ട് ഒരു ട്രയാങ്കിൾ നമ്മൾ വരക്കണം. വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോർണേഴ്സിൽ കൊണ്ടുപോയിട്ട്, എവിടെയെങ്കിലും ഇല്ല, എല്ലാ കോർണേഴ്സിലും കൊണ്ടുപോയിട്ട് നമ്മൾ പ്രൈമറി കളേഴ്സ് അങ്ങോട്ട് ഫില്ല് ചെയ്യും. തോന്നിയ സ്ഥലത്തുമല്ല. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എങ്കിൽ ക്ലോക്ക് വൈസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? കളർ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. കോർണർ പൊസിഷനിലെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് പ്രൈമറി കളേഴ്സ് ഫില്ല് ചെയ്യണമെങ്കിൽ ആദ്യത്തെ കളർ എന്താണ്? ഗ്രീൻ. രണ്ടാമത്തെ കോർണർ ഇതാണെങ്കിൽ അവിടെ എന്ത് ഫില്ല് ചെയ്യണം? റെഡ്. അടുത്ത കോർണർ ഇതാണെങ്കിൽ, ക്ലോക്ക് വൈസ് അടുത്ത കോർണർ ഇതാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? GRB. പ്രൈമറി കളേഴ്സിൽ നമ്മൾ ഫില്ല് ചെയ്തു. ഏതൊക്കെ? ഗ്രീൻ, റെഡ്, ബ്ലൂ. ഇനി ഇത് ഫില്ല് ചെയ്യാണ്ട് സെക്കൻഡറി കളർ YMC ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നത് ലൈൻ്റെ നടുക്കായിരിക്കണം ഫില്ല് ചെയ്യേണ്ടത്. എല്ലാ ലൈൻ്റെയും നടുക്കൊണ്ട് നമ്മൾ ഫില്ല് ചെയ്യും. ഫസ്റ്റ് പ്രൈമറി കളറിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഇതായിരുന്നെങ്കിൽ സെക്കൻഡറി കളറിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഇതാണെന്ന് പറഞ്ഞു. GRB ഫില്ല് ചെയ്താൽ അടുത്ത ഓർഡർ എന്താണ്?
എം സി ദ്വിതീയ വർണ്ണങ്ങൾ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു GRBYMC ഈ ട്രയാങ്കിൾ ഫില്ല് ചെയ്യുന്ന ആ ഒരു കഥ നമ്മൾ പഠിച്ചു വെക്കുന്നത് ഗോപാലന്റെ രണ്ടാം ഭാര്യ യമുനയിൽ മുങ്ങിച്ചത്തു. കിട്ടിക്കഴിഞ്ഞെങ്കിൽ ഈ ട്രയാങ്കിൾ നമുക്ക് പറഞ്ഞു തരും ഏതൊക്കെ പ്രൈമറികൾ കൂട്ടുമ്പോഴാ കറസ്പോണ്ടിങ് സെക്കൻഡറി കളർ കിട്ടുന്നത്. ഫസ്റ്റ് പ്രാഥമിക വർണ്ണം ഗ്രീനും സെക്കൻഡ് പ്രാഥമിക വർണ്ണം നമ്മൾ പഠിച്ച റെഡും ആണെങ്കിൽ ഇത് തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ആ ലൈൻ്റെ നടുക്കിടുന്ന കളറായിരിക്കും. ഏതാത്? യെല്ലോ. ഗ്രീനും റെഡും കൂടിയാണ് കൂട്ടിച്ചേർക്കുന്നത് നമുക്ക് കിട്ടുന്നത് ഏതാണ്? സെക്കൻഡറി കളറായ യെല്ലോ ആണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങളുള്ള ചോദ്യം റെഡും ബ്ലൂവും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് ഏത് കളർ കിട്ടും? കിട്ടുന്ന കളറ് മജന്ത ആയിരിക്കും, ആ ലൈൻ്റെ നടുക്കിടുന്ന കളർ. അവസാനമായിട്ട് ബ്ലൂവും ഗ്രീനും കൂടിയാണ് കൂട്ടിച്ചേർക്കുന്നത്. നമുക്ക് എന്ത് കിട്ടും? സിയാൻ. നമുക്ക് ദ്വിതീയ വർണ്ണം കിട്ടും. അതുകൊണ്ട് തന്നെ എക്സാം ചോദ്യമാണ്. പറയുന്നു പച്ചയും ചുവപ്പും കൂടി ചേർന്നാൽ ലഭിക്കുന്ന വർണ്ണം ഏത്? ഏതാ പറയേണ്ടത്? മഞ്ഞ. പച്ചയും ചുവപ്പും കൂടി ചേർന്നാൽ ലഭിക്കുന്ന വർണ്ണമാണ് മഞ്ഞയെങ്കിൽ പിന്നെ അവർ ചോദിക്കും മജന്ത എന്ന് പറയുന്ന ദ്വിതീയ വർണ്ണം കിട്ടാനായിട്ട് കൂട്ടിച്ചേർക്കേണ്ട പ്രാഥമിക വർണ്ണങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെ പറയണം? റെഡും ബ്ലൂവും കൂടി എപ്പോഴാണോ കൂട്ടിച്ചേർക്കുന്നത് അപ്പോഴാണ് എന്ത് കിട്ടുന്നത്? മജന്ത കിട്ടുന്നതെങ്കിൽ ഒരു കാര്യം കൂടി എടുത്ത് ഓർമ്മിപ്പിക്കുന്നു, പ്രകാശവർണ്ണങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പച്ചപ്രകാശവും ചുവന്ന പ്രകാശവും കൂടി കൂട്ടിച്ചേർത്ത് നമുക്ക് എന്ത് കിട്ടും? മഞ്ഞപ്രകാശം കിട്ടും. മജന്ത പ്രകാശം ലഭിക്കാനായിട്ട് ചുവന്ന പ്രകാശവും നീലപ്രകാശവും കൂടി കൂട്ടി നമ്മൾ ചേർക്കണം. ആണെങ്കിൽ നമ്മൾ എവിടെയും വെള്ളപ്രകാശത്തെ കുറിച്ച് പറഞ്ഞില്ല. അറിയാം സൂര്യപ്രകാശത്തിൽ 7 കമ്പോണന്റ് കളേഴ്സ് ഉണ്ടെന്നും ഈ 7 എണ്ണം കൂടിച്ചാൽ എന്ത് കിട്ടും? വെള്ള കളർ കിട്ടുന്നു. എന്നാൽ പറയുകയാണ് വെള്ള കളർ കിട്ടാനായിട്ട് 7 എണ്ണത്തിന്റെ നിർബന്ധമില്ല. പറയുന്നു ഗ്രീനും റെഡും ബ്ലൂ, പച്ചയും ചുവപ്പും നീലയും കൂടി ചേർന്നാൽ ലഭിക്കുന്ന വർണ്ണം എന്ന് പറയുന്നത് വൈറ്റ് ലൈറ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. പച്ചയും ചുവപ്പും നീലയും കൂടി ചേർന്നാൽ നമുക്ക് ലഭിക്കുന്ന വർണ്ണം എന്ന് പറയുന്നത് വൈറ്റ് ആയിരിക്കും. ഇതാണ് ഓരോ കളറിൻ്റെയും കോമ്പിനേഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. പ്രാഥമിക വർണ്ണം എന്താണെന്ന് കണ്ടു, ദ്വിതീയ വർണ്ണം എന്താണെന്ന് കണ്ടു. പ്രാഥമിക വർണ്ണം കൂട്ടിച്ചേർക്കുമ്പോൾ കിട്ടുന്ന ദ്വിതീയ വർണ്ണം പഠിക്കാണ്ട് കളർ ട്രയാങ്കിളിലേക്ക് നമ്മൾ പോയി. ഗ്രീൻ, റെഡ്, ബ്ലൂ, യെല്ലോ, മജന്ത, സിയാൻ വെച്ച് കളർ ട്രയാങ്കിൾ നമ്മൾ തീരുമാനമാക്കി. ഗോപാലൻ്റെ രണ്ടാം ഭാര്യ യമുനയിൽ മുങ്ങി ചത്തുള്ള കോഡ് കിട്ടി. ഗ്രീനും റെഡും കൂടി കൂട്ടിച്ചേർത്തപ്പോഴത്തേക്ക് നമുക്ക് അത് കൂടിച്ചേർന്ന കളർ യെല്ലോ ആണെന്ന് മനസ്സിലായി. റെഡും ബ്ലൂവും കൂടി കൂട്ടിച്ചേർത്തപ്പോൾ അത് നടുക്കിടുന്നത് മജന്തയാണെന്നുള്ളത് കിട്ടി. ബ്ലൂവും ഗ്രീനും കൂടിയാണ് കൂടിച്ചേർക്കുന്നത്. അവിടെ നടന്നത് ഏതാണ്? അത് സിയാൻ. ഈ 3 പ്രാഥമിക വർണ്ണങ്ങളും കൂടിച്ചേർന്ന് കിട്ടുന്ന കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇത്രയുമാണ് കളർ കോമ്പിനേഷൻ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.